നമസ്കാരം. ഗൾഫ് മേഖലയിൽ ഇറാൻ ആക്രമണം തുടരുന്നതിനിടയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഡൊണാൾഡ് ട്രംപിനെ ഫോണിൽ വിളിച്ചാണ് ചർച്ച നടത്തിയത്. UAEയും മറ്റ് രാജ്യങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ ചർച്ചയായി. UAEയിലേക്കാണ് ഇറാൻ നിരന്തരം മിസൈലുകൾ അയക്കുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് മിസൈലുകൾ തകർക്കുമ്പോഴും അവശിഷ്ടങ്ങൾ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതേസമയം സൗദിയിൽ നടന്ന ഇറാന്റെ ആക്രമണത്തിൽ ഒരു അമേരിക്കൻ സൈനികൻ കൂടി കൊല്ലപ്പെട്ടു. ഇതോടെ മരിച്ച മൊത്തം US സൈനികരുടെ എണ്ണം 7 ആയി. ഇതിനിടെ ഇറാനിൽ കരയാക്രമണം നടത്താനുള്ള സാധ്യതയും ട്രംപ് തള്ളിയിട്ടില്ല. കടലിലും രൂക്ഷമായ ആക്രമണം തുടർന്നിട്ടും ഇറാനിൽ ഭരണമാറ്റം എന്ന അജണ്ടയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആകാത്ത വിധം രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത ഘട്ടവും ആലോചനയിലാണെന്ന് നയം വ്യക്തമാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US-ൽ 82ാം എയർബോൺ ഡിവിഷനിലെ 5000-ഓളം സൈനികർക്ക് പദ്ധതിയിട്ട പ്രത്യേക പരിശീലന പരിപാടി പ്രതിരോധ വകുപ്പ് അടിയന്തരമായി റദ്ദാക്കിയതിനു പിന്നാലെയാണ് കരസേനാ നീക്കത്തെക്കുറിച്ച് അഭ്യൂഹങ്ങൾ ശക്തമായത്. വ്യോമതാവളങ്ങൾ, തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ പിടിച്ചെടുക്കാനും എംബസികളടക്കം സുപ്രധാന കേന്ദ്രങ്ങൾക്ക് സുരക്ഷയൊരുക്കാനും പ്രത്യേക പരിശീലനം സിദ്ധിച്ചവരാണ് സേനാ വിഭാഗം. 18 മണിക്കൂറിനുള്ളിൽ ഇവരെ വിന്യസിക്കാനാവും. കഴിഞ്ഞ ദിവസം വരെ വിന്യസിക്കാൻ ഉത്തരവ് ഇറക്കിയില്ലെങ്കിലും പുതിയതായി ഒരു ഹെലികോപ്റ്റർ യൂണിറ്റിന് അനുമതി ഉടൻ ഇറങ്ങിയേക്കുമെന്നാണ് റിപ്പോർട്ട്. കരസേന വിന്യാസത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും അത് സംഭവിക്കാമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ഇറാനിലേക്ക് കരസേന അയക്കുമെന്ന് ട്രംപ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇറാനിലെ ആണവ നിലയങ്ങളിൽ സംഭരിച്ചെന്ന് കരുതുന്ന സമ്പുഷ്ടീകൃത യുറേനിയം തിരിച്ചുപിടിക്കാനാകും US സേനയെ വിന്യസിക്കുകയെന്നായിരുന്നു നേരത്തെ പരാമർശം. നാം അതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. വൈകാതെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അതൊരു വലിയ വിഷയമാകും. ഇപ്പോൾ അവരെ നാമാവശേഷമാക്കുകയാണ് നാം എന്നായിരുന്നു ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രതികരണം. അതേസമയം CIA നേതൃത്വം കൊടുത്ത് ഇറാഖിലെ കുർദുകളെ ആയുധമണിയിച്ച് ഇറാനിൽ അയച്ചു ഭരണം മാറ്റുന്ന പ്രക്രിയ തൽക്കാലം അവസാനിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. കുർദുകൾ ഇറാനിൽ കടക്കുന്നത് നാം പിന്തുണയ്ക്കുന്നില്ല. അവർക്ക് രാജ്യത്തിനുള്ളിൽ കടക്കണമെന്നുണ്ട്. എന്നാൽ അമേരിക്കയ്ക്ക് താല്പര്യമില്ലെന്ന് അവരെ അറിയിച്ചിട്ടുണ്ടെന്ന് ട്രംപ് പറയുന്നു. അതിനിടെ കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ മകൻ മുജ്തബ അലി ഖമനേയി ഇറാനിലെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തു. അയത്തുള്ള അലി ഖമനേയിയുടെ രണ്ടാമത്തെ മകനാണ് 55-കാരനായ മുജ്തബ. പൊതുവേദികളിലെ ഔദ്യോഗിക പദവികളിൽ പ്രത്യക്ഷപ്പെടാതെ പതിറ്റാണ്ടുകളായി ഇറാന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ അതിശക്തമായ സ്വാധീനം ചെലുത്തിവന്ന വ്യക്തിയാണ് മുജ്തബ. അയത്തുള്ള അലി ഖമനേയിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന മുജ്തബ ഭരണകൂട തീരുമാനങ്ങളിൽ അവസാന വാക്കാണ് അറിയപ്പെടുന്നത്. ഇറാൻ വിപ്ലവ ഗാർഡുകളുമായുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധമാണ് നിലവിലെ യുദ്ധ സാഹചര്യത്തിനിടെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ നിർണായക ഘടകമായത്. US ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അലി ഖമനേയി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രാജ്യം വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് മുജ്തബയുടെ അധികാരലബ്ധി. 1979-ലെ വിപ്ലവത്തിന് ശേഷം ഇറാന്റെ പരമോന്നത പദവിയിൽ സംഭവിക്കുന്ന ആദ്യത്തെ കുടുംബവാഴ്ച എന്ന നിലയിൽ ഈ നിയമനം രാജ്യത്തിനകത്തും പുറത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പാരമ്പര്യമായി മുതിർന്ന മതപണ്ഡിതന്മാരെയാണ് ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കാറുള്ളത്.